പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 3 ഉയർത്തിയിരിക്കുകയാണ് സ്വപ്നിൽ കുസാലെ. സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന സ്വപ്നിൽ വളരെ കഷ്ടപ്പെട്ടാണ് മഹാരാഷ്ട്രയിൽ നിന്ന് പാരീസിലെ മെഡൽ പോഡിയത്തിലേക്ക് എത്തിയത്. കമ്പൽവാടി ഗ്രാമത്തിലെ സ്കൂൾ അധ്യാപകനായ സുരേഷ് കുസാലിന്റെയും ഗ്രാമമുഖ്യ അനിതയുടെയും മൂത്ത മകനായാണ് സ്വപ്നിൽ കുസാലയുടെ ജനനം. കായിക ഇനങ്ങളോട് അഭിനിവേശമുണ്ടായിരുന്ന സുരേഷ് തന്നെയാണ് സ്വപ്നിലിനെ കായിക രംഗത്തെത്തിക്കുന്നത്. ഒരിക്കൽ ടിവിയിൽ കണ്ട ഷൂട്ടിംഗ് മത്സരത്തിൽ അവൻ ആകൃഷ്ടനായി. വളരെ ചെലവേറിയ കായിക ഇനമാണ് ഷൂട്ടിംഗ് എങ്കിലും മകൻ ഒളിമ്പ്യനാകുന്നത് സ്വപ്നം കണ്ട സുരേഷ് അവന്റെ ഇഷ്ടങ്ങൾക്കായി ശമ്പളത്തിന്റെ പകുതി മാറ്റിവെച്ചു. വായ്പകൾ എടുത്തും വസ്തുവകകൾ വിറ്റുമായിരുന്നു ഷൂട്ടിംഗ് പരിശീലനം. 10 വയസ്സ് മുതൽ കോലാപൂരിലെ റെസിഡൻഷ്യൽ സ്കൂളിലായിരുന്നു പഠനം. പൂനെയിലായിരുന്നു ഷൂട്ടിംഗ് പരിശീലനം. 14-ാം വയസ്സിൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ പ്രത്യേക കായിക പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് സ്വപ്നിലിന്റെ കായിക യാത്ര നിറം വയ്ക്കുന്നത്. തന്റെ ഇഷ്ട ഇനമായ ഷൂട്ടിംഗ് മാത്രം സ്വപ്നിൽ തിരഞ്ഞെടുത്തു. സെൻട്രൽ റെയിൽവേയിൽ ജോലി കിട്ടുന്നതിന് മുൻപ് വരെ വളരെ കഷ്ടപ്പെട്ടായിരുന്നു സ്വപ്നിലിന്റെ പരിശീലനം. സാധാരണ റൈഫിളാണ് അക്കാലത്ത് പരിശീലനത്തിന് ഉപയോഗിച്ചിരുന്നത്. 120 രൂപ വിലയുള്ള ഓരോ ബുള്ളറ്റും വളരെ ശ്രദ്ധിച്ചായിരുന്നു സ്വപ്നിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത്. കാരണം അതിനുവേണ്ടിയുള്ള അവന്റെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് അവന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. പ്രൊഫഷണൽ ഷൂട്ടിംഗ് പരിശീലനം ആരംഭിച്ച് 4 വർഷത്തിന് ശേഷം 2015-ലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 50 മീറ്റർ റൈഫിൾ പ്രോൺ ഇനത്തിൽ സ്വപ്നിൽ കിരീടം നേടി. അതേ വർഷമാണ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ നാരംഗിനെ തോൽപ്പിച്ചത്. ആദ്യം 10 മീറ്റർ എയർ റൈഫിളിലായിരുന്നു സ്വപ്നിലിന്റെ പരിശീലനം. കോച്ച് ദീപാലി ദേശ്പാണ്ഡെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിലും ഇടയ്ക്ക് സ്വപ്നിലിനെ പരിശീലിപ്പിച്ചു. പിന്നീട് 50 മീറ്റർ 3 പൊസിഷനിൽ അവന്റെ സ്റ്റൈലും ശാരീരിക ക്ഷമതയും മികച്ച പ്രകടനവും കണ്ടതോടെയാണ് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്.